everyone. Speak Now in ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Speak Now, let's learn and unlearn English. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലിരുന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? വീട്ടിൽ തന്നെ കൂടിയിരിക്കുകയാണോ? പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? ചൂടായതുകൊണ്ട് ആയിരിക്കും അല്ലേ? ഇന്ന് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് വളരെ തിരക്ക് കുറവായിരുന്നു റോഡിലൊക്കെ. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ വളരെ തിരക്ക് കുറവാണ്. ഈ ചൂട് സമയത്ത് ആൾക്കാർ അധികം ഒന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ സ്കൂൾ അടച്ചു, ഒരുപാട് പേര് നാട്ടിൽ പോയി, അതുകൊണ്ടൊക്കെ റോഡിൽ ഭയങ്കര തിരക്ക് കുറവാണ് ഇപ്പോൾ. നമ്മൾ ഈ സെഗ്മെന്റിൽ ഓക്സിലറി വേർബ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഹെൽപ്പിംഗ് വേർബ്സ് ആണ് അല്ലേ? ഒരു മെയിൻ വേർബ് ഉണ്ടാവും, ഒരു ഹെൽപ്പിംഗ് വേർബും ഉണ്ടാവും. അപ്പോൾ ഓക്സിലറി വേർബ്സിന്റെ ഡിഫറെന്റ് യൂസേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിലറി വേർബ്സിന്റെ ഡിഫറെന്റ് യൂസേജസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്യാൻ എന്നുള്ള ഓക്സിലറി വേർബ് ആണ് ഇവിടെ. അപ്പൊ ക്യാൻ ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, നമുക്ക് നോക്കാം. ക്യാൻ വി മീറ്റ് ഫോർ ലഞ്ച് ടുമോറോ? ഞാൻ അർത്ഥം പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ക്യാൻ വി മീറ്റ് ഫോർ ലഞ്ച് ടുമോറോ? നമുക്ക് നാളെ ലഞ്ചിന് മീറ്റ് ചെയ്താലോ എന്ന്. മറ്റൊന്ന് കുഡ് ഉപയോഗിച്ചിട്ടാണ്. കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ്? അപ്പൊ ഈ ക്യാനും കുഡും പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാൻ ആൻഡ് കുഡ്. അപ്പൊ കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ് എന്ന് ചോദിച്ചാൽ ഈ ഡോർ ഒന്ന് തുറന്നു തരാമോ എന്നാണ് അതിനെ ചോദിക്കുന്നത്. അപ്പം അത് വളരെ പൊളൈറ്റ് ആയിട്ട് ഒരാളോട് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്, പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഇനി മറ്റൊന്ന്, മേ ഐ യൂസ് യുവർ വാഷ്റൂം? ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് മേ ആണ്. അത് മേ ഐ യൂസ് യുവർ വാഷ്റൂം? ഞാൻ നിങ്ങളുടെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്നാണ്. അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു പെർമിഷൻ ചോദിക്കുകയാണ്, അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി? വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി? ഒരാൾ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ സുഹൃത്തിനെ മീറ്റ് ചെയ്തു വഴി വെച്ചിട്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ, വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി? ഒരു കോഫി കുടിക്കാൻ ആഗ്രഹം ഉണ്ടോ, താല്പര്യം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. വുഡ് എന്നുള്ള ആണ് ഓക്സിലറി വേർബ് ഇവിടെ. ആ വുഡ് ചേർത്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി എന്നാണ്. ഇനി ഒരു സാധ്യത, ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ആ മൈറ്റ് എന്നുള്ളത് സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ടുനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി. ടുഡേ നൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല, ടുനൈറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇനി മറ്റൊരു സെന്റൻസ് ആണ്, ജോൺ വിൽ പ്ലേ ടുമോറോ. അവിടെ വിൽ ആണ് ഓക്സിലറി വേർബ്. അവിടെ ജോൺ വിൽ പ്ലേ ടുമോറോ എന്ന് പറയുമ്പോൾ ജോൺ നാളെ എന്തായാലും ഫുട്ബോൾ കളിക്കും, തീർച്ചയായിട്ടും ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കളിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് മസ്റ്റ് എന്നുള്ളതാണ്. അവിടെ മസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നെസസിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർബ്, ഓക്സിലറി വേർബാണ് മസ്റ്റ് എന്ന് പറയുന്നത്. വി മസ്റ്റ് അറ്റൻഡ് ദിസ് മാരേജ്. വി മസ്റ്റ് അറ്റൻഡ് ദിസ് മാരേജ് എന്ന് പറയുമ്പോൾ നിർബന്ധമായും നമ്മൾ ഈ കല്യാണത്തിൽ പങ്കെടുത്തിരിക്കണം. അത് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്, നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വി മസ്റ്റ് അറ്റൻഡ് ദിസ് മാരേജ് ഒരു നെസസിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കൊരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. യു ഓട്ട് ടു ക്ലീൻ അപ്പ് യുവർ റൂം. നമ്മൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, യു ഓട്ട് ടു ക്ലീൻ അപ്പ് യുവർ റൂം. നീ നിന്റെ റൂം വൃത്തിയാക്കി ഇരിക്കണം. അതായത് ഡ്യൂട്ടിയാണ്, അത് ഡ്യൂട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ട് ടു എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അതായത് വിൽ യു ഗെറ്റ് മീ എ പിസ്സ? വിൽ യു ഗെറ്റ് മീ എ പിസ്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഉപയോഗിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. വിൽ യു ഗെറ്റ് മീ എ പിസ്സ? ഇനി മറ്റൊന്ന്, ഷാൽ വി ഗോ ഔട്ട്? ഷാൽ വി ഗോ ഔട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ, ഒന്ന് പുറത്തേക്ക് പോയാലോ? ഷാൽ വി ഗോ ഔട്ട് എന്നാണ്. അവിടെ എഗെയിൻ ആ ഓക്സിലറി വേർബിനെ ആദ്യം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. അപ്പം ഈ ഓക്സിലറി വേർബിന് പല യൂസേജസ് ആണുള്ളത്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ സാധ്യതയെക്കുറിച്ച് പറയാനുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ പെർമിഷൻ എടുക്കാനായിരിക്കും. അങ്ങനെ പല രീതിയിലായിട്ട് നമ്മൾ ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കാറുണ്ട്. വളരെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ഞാൻ കാണിച്ചത്. കൂടുതൽ നിങ്ങൾക്ക് നോക്കാം, ഇനി ഉപയോഗിച്ച് പഠിക്കണം. നമുക്കപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. വേർഡ് ഹണ്ട് എന്ന സെഗ്മെന്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വൊക്കാബുലറി ആണ് ഈ സെഗ്മെന്റിൽ നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ നമ്മൾ കുറച്ച് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ വേർഡ്സ് ആണ്. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും പറയുന്ന ചില വാക്കുകളിൽ വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേഴ്സസ് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്ന ചില വാക്കുകൾ അമേരിക്കക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. അത് അവർ വേറെ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വാക്കാണ് ഫ്ലാറ്റ്. നമ്മളുടെ ഫ്ലാറ്റ് അമേരിക്കക്കാരുടെ അപ്പാർട്ട്മെന്റ് ആണ്.
നമ്മളുടെ സ്വീറ്റ്സ് അമേരിക്കക്കാർക്ക് ക്യാൻഡിയാണ്. നമ്മളുടെ ബിസ്ക്കറ്റ്സ് അമേരിക്കക്കാർക്ക് കുക്കിയാണ്. നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് മാഡ് എന്നൊക്കെ പറയില്ലേ, മാഡ് എന്ന് പറയുമ്പോൾ അവരത് ആംഗ്രി എന്നിട്ട് ആണ് ഉപയോഗിക്കുന്നത്. നാപ്പി അവർക്ക് ഡയപ്പറാണ്. ലിഫ്റ്റ് എലിവേറ്റർ. ഫിൽം മൂവി. ട്രെയിനേഴ്സ് സ്നീക്കേഴ്സ്. മറ്റൊരു വാക്കാണ് ബിൽ. അമേരിക്കക്കാർ പറയുന്ന ബില്ലിന് പറയുന്നതാണ് ചെക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചെക്ക് എന്ന് പറയുമ്പോൾ മറ്റൊരു ചെക്ക്, നമ്മളുടെ ചെക്ക് എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥമാണ് അല്ലേ. അപ്പൊ ഇനി മറ്റൊന്ന് ക്യൂ, അവർ പറയുന്നത് ലൈൻ എന്നാണ്. ഇങ്ങനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. അതിപ്പം നമ്മുടെ പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, പലപ്പോഴും എഴുതുന്ന സ്പെല്ലിങ്സിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കളർ എന്നൊക്കെ എഴുതുന്നത് ബ്രിട്ടീഷുകാർ എഴുതുന്നതാണെങ്കിൽ നമ്മളൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കളറിന് COLOUR എന്നാണ് കളറിനെ സ്പെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് COLOR ആണ്. അങ്ങനെ പല വ്യത്യാസം വേർഡ്സിലും സ്പെല്ലിങ്സിലും ഒക്കെ വ്യത്യാസമുണ്ട്. അത് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഇത് സ്പോട്ട് ദ എറേഴ്സ് എന്ന സെഗ്മെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഈ സ്പോട്ട് ദ എറേഴ്സ് പലപ്പോഴും കുട്ടികൾക്ക് എക്സാമിനൊക്കെ വരുന്ന ഒരു കാര്യമാണ്. IELTS എക്സാമിനും OET എക്സാമിനേഷനും ഒക്കെ ഇത് വളരെ ഉപകരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെന്റൻസിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു സെന്റൻസ് കാണിക്കും, അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ പറയണം. ഫസ്റ്റ് സെന്റൻസ്, I need to prepare luggage. I need to prepare luggage. ഇതിൽ എന്താണ് മിസ്റ്റേക്ക്? I need to prepare അല്ല, അവിടെ ഉപയോഗിക്കേണ്ടത് പാക്ക് എന്ന് പറയുന്ന വേർബാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിപ്പയർ ആണ്. പ്രിപ്പയർ എന്ന് പറയുമ്പോൾ അർത്ഥം അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. I need to pack the luggage എന്നാണ്. ഓക്കെ, അടുത്തത്, He felt the sand between his foot fingers. He felt the sand between his foot fingers. ഇതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫൂട്ട് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ശരിയാണോ? ഫൂട്ട് ഫിംഗേഴ്സ് കാലിൻ്റെ വിരലുകൾ എന്നാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. പക്ഷെ ഫൂട്ട് ഫിംഗേഴ്സ് നമ്മൾ ഒറ്റ വാക്കുണ്ട് പറയുന്ന ഒറ്റൊരു വാക്കുണ്ട്. അതെന്താണത്? ടോസ് എന്ന് പറയും അല്ലേ. ഹി ഫെൽറ്റ് ദ സാൻഡ് ബിറ്റ്വീൻ ഹിസ് ടോസ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഫൂട്ട് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് ആണ് I am in the train. ഇതിൽ എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, I am in the train എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് അതിൻ്റെ ഉള്ള മിസ്റ്റേക്ക്? അവിടെ പ്രിപ്പോസിഷനിലുള്ളൊരു മിസ്റ്റേക്ക് ആണ്. അവിടെ ഇൻ അല്ല, അവിടെ ഓൺ ആണ് വേണ്ടത്. I am on the train എന്നാണ് പറയേണ്ടത്. ഇനി മറ്റൊരു സെന്റൻസ് ആണ് I finished to do homework. I finished to do homework. എന്താണ് അതിൻ്റെ ഉള്ള മിസ്റ്റേക്ക്? I finished doing my homework എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. I finished to do homework എന്ന് പറയേണ്ട ആവശ്യമില്ല. I finished doing homework. ഇനി മറ്റൊന്ന് I have been there last year. I have been there last year. എന്താണ് അതിൻ്റെ ഉള്ള തെറ്റ് എന്ന് പറയാമോ? I have been there last year. I went there last year എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം അല്ലെ. I went there last year. I have been എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം സിമ്പിൾ ആയിട്ട് പാസ്റ്റ് ടെൻസ് പറയാം. ഈ സ്പോട്ട് ദ എറേഴ്സിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഇത് ഒരുപക്ഷെ ശരിയാണെന്ന് തോന്നിയേക്കാം, എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെഗ്മെന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മൈന്യൂട്ട് മിസ്റ്റേക്സ് എക്സാമിനേഷൻ ബേസ് ഒക്കെ ആയിട്ട് അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കുട്ടികൾക്ക് എസ്പെഷ്യലി എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. നമുക്ക് നമ്മളുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഈ സെഗ്മെന്റ് ഹൗ ടു സേ എന്ന സെഗ്മെന്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ പ്രപ്പോസിഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രപ്പോസിഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഏരിയയുമാണ് പ്രപ്പോസിഷൻസ്. അപ്പൊ ഈ ഇൻ, ഓൺ, അറ്റ്, ബൈ, ഫ്രം എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ പല വിഡ്ഢിത്തങ്ങളും അല്ലെങ്കിൽ പൊട്ടത്തരങ്ങളും നമ്മൾ പറയാറുണ്ട്. അത് എങ്ങനെ ഈസി ആയിട്ട് അതിനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഒരു മാസത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മാസത്തെ കുറിച്ചാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ ഓൾവേസ് ഇൻ ആയിരിക്കും. അപ്പൊ അതായത് ഇൻ ജാനുവരി, ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച്, ഏപ്രിൽ, ഏത് മാസത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ. അപ്പൊ ഏത് മാസത്തിന് മുൻപിലും ഇത് ഉപയോഗിക്കാം. ഇനി മറ്റൊന്ന്,
വർഷങ്ങൾ ഇയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ആണ് ഇൻ. അഗെയിൻ ഇൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇൻ ജാനുവരി, ഇൻ 2003 എന്നൊക്കെ പറയാം. നമുക്ക് ഇൻ 2004 എന്ന് നമുക്ക് പറയാം. ഇനി മറ്റൊന്ന് ഡേയ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ആണ്. അത് മാറ്റമില്ല, അതെല്ലായ്പ്പോഴും ഓൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രപ്പോസിഷൻ ഓൺ തന്നെയാണ്. അത് മാറിപ്പോണ്ടാവും. ഇനി സീസൺസ് വരുമ്പോൾ നമ്മൾക്ക് എന്ത് പ്രപ്പോസിഷനാണ് ഉപയോഗിക്കാൻ പറ്റുക? ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ തന്നെയാണ് സീസൺസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് സീസൺസ്? അതായത് ഇൻ സ്പ്രിംഗ്, വിന്റർ, സമ്മർ, ഓട്ടം, ഫോൾ എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രപ്പോസിഷനാണ് ഇൻ എന്ന് പറയുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് ഇത് വളരെ കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ടൈംസ് ഓഫ് ദ ഡേ അല്ലേ, ഒരു രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രപ്പോസിഷനാണ് ഇൻ. അഗെയിൻ ഇൻ ഉപയോഗിക്കാം നമുക്ക്. ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാം. സമയത്തെക്കുറിച്ച് പറയാൻ വേറെ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രപ്പോസിഷൻ, സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പോസിഷനാണ് അറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം അല്ലെങ്കിൽ ബൈ എന്നൊക്കെ നമ്മൾ, അറൗണ്ട് എന്നൊക്കെ നമ്മൾ ഈ ടൈം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ട് അറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഒരു മാസവും ഡേറ്റും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വെക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പം മാസം പറയുകയാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ മാസവും ഡേറ്റും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അങ്ങനെയല്ല, അത് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഓൺ May 18th എന്നാണ് പറയുക. അവിടെ ഓൺ ആവുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഇൻ May 18th എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊരു സെന്റൻസിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, മൈ ബർത്ത്ഡേ ഈസ് ഓൺ May 18th. പിടികിട്ടിയോ? അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ചെറിയ ചേഞ്ചസ് സെന്റൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ചില ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ പ്രപ്പോസിഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, എന്നാൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ഒരു നോട്ട്ബുക്കിലോ മറ്റോ കുറിച്ച് വെച്ചാൽ എളുപ്പമാണ്. വീക്ക് ഡേയ്സോ അല്ലെങ്കിൽ വീക്കെൻഡ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കാം. മാസം വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. വർഷം വരുന്ന സമയത്ത് ഇന്ന് ഉപയോഗിക്കാം. ടൈമിനെ കുറിച്ച് പറയുമ്പം അറ്റ് ഉപയോഗിക്കാം അല്ലേ. സീസൺസിനെ കുറിച്ച് പറയുമ്പോൾ അഗെയിൻ ഇന്ന് ഉപയോഗിക്കാം. അങ്ങനെ അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. തെറ്റാതെ നമുക്ക് മണ്ടത്തരങ്ങൾ അധികം ഉണ്ടാക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മുടെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എപ്പിസോഡിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സെഗ്മെന്റ് ആണ് വരാൻ പോകുന്നത്, ആക്ടിവിറ്റി സെഗ്മെന്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എല്ലാവരും റിസർച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ ഒരാളെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നു, നമ്മൾ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല, മനഃപൂർവ്വമാണ്, എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെ, എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയം ഉണ്ട്. ആ ഇഡിയം എങ്ങനെയാണ്, ആ ഇഡിയമിന്റെ പേരെന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയോ? നമുക്ക് ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയാം. ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓഫ് ഇഗ്നോറിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഇഡിയമിനെ നമുക്ക് എങ്ങനെ സെന്റൻസിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ഷീ ന്യൂ ഹി വാസ് ലൈങ് ടു ഹെർ ബട്ട് ഷീ chose to turn a blind eye to the situation. അവൻ പറയുന്നത് കള്ളത്തരമായിരുന്നു എന്ന് അവൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. ആ സിറ്റുവേഷനിൽ അവൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കല്ലേ. നമുക്കറിയാം ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഭയങ്കര പാഷനാണ് അല്ലേ. അവർക്ക് സിനിമ കാണുക, എല്ലാ സിനിമയും തന്നെ കാണും. സിനിമ വെറുതെ കാണുകയല്ല, അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യും, ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? വളരെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആ പേര്? ചോദ്യം ഒന്നുകൂടെ പറയാം. വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് സിനിമകൾ കാണുന്ന ആൾക്കാർ, ചുമ്മാ കാണാൻ വേണ്ടി കാണുകയല്ല, വളരെ സീരിയസ് ആയിരിക്കും അവർ സിനിമയെക്കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാനോ അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും, റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ സിനിമ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. നിങ്ങൾ അങ്ങനെ ഒരാളാണോ? ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട്. ആ പേരെന്താണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരമായി സ്പീക്ക് നൗവിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.